തലൈവരുടെ ആരാധകരെല്ലാം കാത്തിരുന്ന കബാലി അങ്ങനെ തിയേറ്ററുകളിലെത്തി. രജനീകാന്തിന്റെ ഇതുവരെ കാണാത്ത ലുക്കും പ്രകടനവുമാണ് കബാലിയിലേത്. നായികമാർക്കൊപ്പം നിറഞ്ഞാടിയിരുന്ന സ്റ്റൈൽ മനന് ഒറ്റ സിനിമ കൊണ്ട് പക്വത കൈവരിച്ചെന്ന് തോന്നിപ്പോകുന്ന പ്രകടനം. ആക്ഷനും സെന്റിമെന്റ്സും ഒക്കെ ചേർത്ത് റിയലിസ്റ്റിക്കായി ചിത്രീകരിച്ച ഒരു നല്ല സിനിമയെന്ന് ഒറ്റ വാക്കിൽ കബാലിയെക്കുറിച്ച് പറയാം. പാരഞ്ജിത്ത് അതിമനോഹരമായി ഒരുക്കിയ ഒരു റിയലിസ്റ്റിക് രജനി പടം. കബലീശ്വറിന്റെയും അയാളുടെ ഭാര്യ കുമുദവല്ലിയുടെയും കഥയാണ് കബാലി. മലേഷ്യയിലാണ് കബാലിയുടെ കഥ നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിലേക്ക് കുടിയേറിയ തമിഴ് കുടുംബാംഗം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനപിന്തുണയുള്ളൊരു യങ്സ്റ്റർ. 25 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് കബാലി മടങ്ങി വരുന്നതിലൂടെയാണ് കഥ തുടങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏറ്റുമുട്ടലിനൊടുവിലാണ് കബാലി ജയിലിലാകുന്നത്. ഗർഭിണിയായിരുന്ന ഭാര്യ കുമുദവല്ലി ഏറ്റുമുട്ടലിനിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ കബാലിയുടെ എതിരാളികൾ ശക്തരാവുകയാണ് ചെയ്യുന്നത്. വില്ലന്റെ ക്രൂരത എത്ര വലുതായിരിക്കുമോ അത്രയും മധുരമായിരിക്കും നായകന്റെ പ്രതികാരവും എന്ന് സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നു. ആരാധകർ എല്ലാം പ്രതീക്ഷിച്ചിരുന്ന മാസ് എൻട്രി തന്നെയാണ് തലൈവർക്ക് സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടമാകുന്ന രീതിയിലാണ് സംവിധായകൻ പാ രഞ്ജിത്ത് സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആക്ഷനും ഇമോഷനും ഇടകലർത്തി ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിലാണ് കബാലി. സന്തോഷ് നാരായണന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് കൃത്യമായി യോജിക്കുന്നുമുണ്ട്. രജനീകാന്തിനോടൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് രാധിക ആപ്തയും ചെയ്തിരിക്കുന്നത്. ആക്ഷൻ റോൾ ഗംഭീരമാക്കി ധൻസികയും നിറഞ്ഞു നിൽക്കുന്നു. നെരുപ്പിട സോങ് മ്യൂസിക് സിനിമയിൽ തലൈവരുടെ കൂടെയുള്ളതും സിനിമയെ മികച്ചതാക്കുന്നു എന്ന് പറയാം. നാസർ അവതരിപ്പിക്കുന്ന തമിഴേശ്വരൻ എന്ന കഥാപാത്രവും എടുത്തു പറയേണ്ടതാണ്. വിൻസെന്റ് ചാവോ അവതരിപ്പിച്ച ടോണി ലീ എന്ന വില്ലൻ വേഷം കബാലിക്ക് ഒരു ഇന്റർനാഷണൽ പരിവേഷം നൽകുന്നുമുണ്ട്. ജി മുരളിയുടെ ഛായാഗ്രഹണവും പ്രവീൺ കെയലിന്റെ എഡിറ്റിംഗും മികച്ചു നിൽക്കുന്നതാണ്. രജനീകാന്തിന്റെ നല്ലൊരു സിനിമ കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കബാലി കാണാം. பொசுக்கிற கூட்டம் அடிக்கிற அழிக்கிற எண்ணம் முடியுமா?